ഇത് പരീക്ഷാകാലമാണ്. കുട്ടികളെ, നിങ്ങളുടെ പഠനത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാത്തത്തോളം കാലം ഇനി ഒരു വിജയം അസാധ്യമാണ്. നിങ്ങൾക്ക് മുമ്പിൽ ഡിസ്ട്രാക്ഷനുകളിലേക്ക് ഓരോ നിമിഷവും തെന്നിപ്പോവേണ്ട സാഹചര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെയും മറ്റും മുമ്പിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യമായ പഠനത്തിലേക്കും പഠനത്തിലൂടെ സമ്പന്നനാവുക എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്കും നീങ്ങാനുള്ള നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷനുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ ഫോണുകളാണ്. ഇത് ഏറ്റവും നല്ല ചെറുപ്പക്കാർ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ലഹരി ഉപയോഗം വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ലേറ്റസ്റ്റ് കണക്കുകൾ ബോധിപ്പിക്കുന്നത് ജെൻ സി ലഹരി വസ്തുക്കളിൽ നിന്നും മദ്യത്തിൽ നിന്നുമൊക്കെ ഒരുപാട് അകലുന്നു എന്നുള്ളതാണ്. കാരണം ജെൻ സിക്ക് ഇന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ ഉന്നതമായൊരു പദവികളിൽ എത്തണമെന്നുള്ളതും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തോടാണത് തിരിച്ചറിവും ജെൻ സിയെ പഠനത്തിൻ്റെ മേഖലയിലേക്ക് കയറി ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന പല കുട്ടികളെയും ഞാൻ കാണാറുണ്ട്. അവരൊക്കെ അവരുടെ വിലപ്പെട്ട സമയം പഠിക്കാൻ വേണ്ടിയും പഠിച്ചതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടും വരുന്നവരുണ്ടാവാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ട, സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, വെള്ളം കുടിക്കണം, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം, എൻജോയ് ചെയ്ത് പഠിക്കണം. പഠനം ഇന്നത്തെ ജെൻ സിയുടെ ഏറ്റവും വലിയൊരു ഹോബിയായി മാറേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ പഠിക്കുന്നതിലാണ് അവരുടെ ഭാവി കിടക്കുന്നത്. പണ്ടൊക്കെ പറയുന്ന പഠനം ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറയായിരുന്നു. ഇന്ന് പഠനം ഔട്ട് ഓഫ് ഫാഷനല്ല, ഫാഷനും മസ്റ്റുമാണ്. കാരണം ഇത് AI യുഗമാണ്. AI ഇനി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഡേ ബൈ ഡേ AI അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഈ അഡ്വാൻസ്മെൻറ്റിനോടൊപ്പം ഈ ജെൻ സി ചലിച്ചിട്ടില്ലെങ്കിൽ അവസാനം ഏതോ വ്യക്തിയുടെ ഫാനായി ആരൊക്കെ മൊബൈൽ ഫോണും കുറേ യൂട്യൂബും കണ്ട് കുറേ നേരം ഗെയിമും കളിച്ച് ജീവിതം തുലഞ്ഞിട്ടുണ്ടാവും. റിസർച്ചുകളാണ് ഇന്നത്തെ ജെൻ സിയെ നയിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അവർ പഠിക്കുന്ന വിഷയങ്ങൾ എടുക്കുക, അതിനെ കാർട്ടൂണുകളാക്കുക, അതിനെ കവിതകളാക്കുക, അതിനെ കഥകളാക്കുക, അതിനെ പാഠ്യരൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുക. ഇതൊക്കെ മുമ്പ് അപ്രാപ്യമായിരുന്നു. ഇന്ന് ജെൻ സിയുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതെല്ലാം ഒരു വിരൽ തുമ്പിൽ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. അന്ന് ഗൂഗിളിൽ അടിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്തു തരാൻ നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെ AI ടൂൾസ് ഉണ്ട്. ഇതിനെ കൂടി സ്വന്തം പഠനം എൻജോയ്മെൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇതിലേക്ക് പരിവർത്തനം ചെയ്യാം. ഒരു ഗെയിമിൻ്റെ സ്ക്രിപ്റ്റാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠന വിഷയങ്ങളെ മാറ്റാം, അതിനെ കാർട്ടൂൺ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാം. പഠനം മാറുകയാണ്, പഠനത്തിൻ്റെ ശൈലി മാറുകയാണ്, പഠനത്തിൻ്റെ രൂപഭാവങ്ങൾ മാറുകയാണ്. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് വരാനുള്ള അവസരങ്ങളെ കൊള്ളയടിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ AI നീങ്ങുമ്പം നിങ്ങളെ അത് കൂടുതൽ മൂല്യവത്തായ ഒന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് പഠനമാവണം. പഠനത്തിൽ നിന്ന് ചെറിയൊരു ഇടവേളെടുക്കും അതിൽ താഴെയുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലയിൽ കുറച്ച് കൂട്ടുകാരോട് കളിച്ചിരിക്കുക, കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയായിരിക്കണം. ഫിസിക്കൽ ആക്ടിവിറ്റി വേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്, അത് വേണം, ഒക്കെ വേണം, അതിനൊക്കെ ലിമിറ്റേഷൻ വേണം. 3 മണിക്കൂർ സിനിമ കാണുന്നൊരു സമയം കൊണ്ട് നിങ്ങൾക്ക് 3 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന ഒരു വിഷയത്തിൽ ആ സിനിമയേക്കാൾ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് രൂപകൽപ്പന ചെയ്യാൻ പറ്റുന്ന കാലമാണിത്. നിങ്ങൾ പഠിക്കുന്ന ബുക്ക് എടുക്കുക, അതിൻ്റെ PDF എടുക്കുക, ChatGPTയിലേക്ക് കൊടുക്കുക, അതിനെ കാർട്ടൂണാക്കാൻ പറയുക, അതിനെ വിഷ്വൽസ് ആക്കാൻ പറയുക, കാരിക്കേച്ചർ ഉണ്ടാക്കാൻ പറയുക, അതിനെക്കുറിച്ച് ജെമിനി കൊടുത്തൊരു പാട്ടാക്കി മാറ്റുക, എന്നിട്ട് നിങ്ങളെടുത്തതിനെക്കുറിച്ച് വീഡിയോ ആക്കുക. എത്ര അത്ഭുതകരമായ ക്രിയേഷൻസാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒന്നിനും നിങ്ങൾക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാലമല്ലത്. ഒന്നിനും ആശ്രയിക്കേണ്ട, ഒക്കെ സ്വന്തം ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ കാലം. കുട്ടികളും മാറിക്കൊണ്ടിരിക്കുന്ന കാലം. ആ മാറ്റത്തിനൊപ്പം എല്ലാ കുട്ടികളും മാറിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിരിക്കും.
പണിയെടുക്കാതെ സ്വപ്നം സഫലീകരിക്കുക എന്ന് പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അധ്വാനിക്കണം, അധ്വാനിക്കണം, അധ്വാനിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എൻജോയ്മെൻ്റായി മാറണം. മനസ്സിലായില്ലേ? എൻ്റർടൈൻമെൻറ്റായി മാറണം. എപ്പോഴും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അതിനൊരു ഹാസ്യരൂപത്തിൽ കാണുക, അത് എൻ്റർടൈൻമെൻ്റ് ആക്കാം. ഞാനും ചിന്തിക്കാറുണ്ട്, എൻ്റെ 2 ദിവസങ്ങൾ ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസം സോഷ്യൽ മീഡിയ മുഴുവനും ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊരു ദിവസവും പഠനത്തിൻ്റെ മേഖലയിലൂടെ കടന്നു ഒരു ദിവസവും രണ്ടും വ്യത്യസ്തമാണെന്നുള്ളതാണ്. ഒരിടത്ത് ഞാൻ ഒരു ഫാൻ ആവുമ്പം മറ്റൊരിടത്ത് ഞാനൊരു സൂപ്പർ സ്റ്റാർ ആവുകയാണ്. നമ്മൾ സൂപ്പർ സ്റ്റാറുകളാണ് ആവേണ്ടത്. സൂപ്പർ സ്റ്റാർ ആവുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഉപകാരമുള്ള രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. സമൂഹത്തിന് ഉപകാരമുള്ള രീതിയിൽ. അപ്പോഴേ നമ്മൾ സൂപ്പർ സ്റ്റാർ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തിൻ്റെയൊക്കെയോ അടിമകളായി നമ്മുടെ ജീവിതം അങ്ങനെ നശിച്ചു പോയിട്ടുണ്ടാകും. അൺലിമിറ്റഡായി ഇങ്ങനെ സ്ക്രോൾ ചെയ്തും അൺലിമിറ്റഡായി ഗെയിമും കളിച്ച് ജീവിതം കടന്നു പോകുമ്പോൾ നാം കണ്ട സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ സമയം നമുക്കില്ലാതാവുമ്പോൾ ആ സ്വപ്നങ്ങളായി അവിടെ കിടക്കും. അതിന് യാഥാർത്ഥ്യത്തിൻ്റെ വഴിയിലേക്ക് എത്താൻ പറ്റാതെ സ്വപ്നങ്ങൾ മാഞ്ഞു പോകും. പഠിക്കുക, പഠനത്തെ ആസ്വാദനമാക്കുക, എൻ്റർടൈൻമെൻ്റ് ആക്കുക. ഓക്കെ, ബൈ.